السلام عليكم ورحمة الله تعالى وبركاته. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. اللهم صل وسلم على رسولك سيدنا محمد وعلى جميع الأنبياء والمرسلين. أما بعد. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഖസസ് അല്ലാഹു തആല അമ്പിയാക്കന്മാരെ ചരിത്ര പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. അതിൽ 25 നബിമാരെ ചരിത്ര അല്ലാഹു അങ്ങനെ പേരെടുത്തിട്ട് അല്ലാഹു തആല ചൊല്ലുന്നു. 25 നബിമാരെ പേര് നമുക്ക് പഠിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അങ്ങനെ പേരുകൾ പഠിച്ചിട്ട് വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു നബിയായിട്ട് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമുടെ ചൊമ്മപക്കത്തിൽ അല്ലാഹു തആല വിവരിച്ചതായിട്ട് കാണാം. സൂറത്തുൽ ഖസസ്. ഈ സൂറത്തുൽ ഖസസിൽ അമ്പിയാക്കന്മാരെ ചരിത്രമുണ്ട്. അതിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ നേർത്തിറക്കു കൊണ്ടുവരകുവാനായി ഒരുപാട് കഷ്ടപ്പെട്ട മഹാനായിട്ട് നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമുടെ ചരിത്ര ഈ സൂറത്തുൽ അല്ലാഹു തആല വിവരിക്കും. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖസസ് അതായിട്ട് ഞങ്ങളെ ഖുർആൻ ക്ലാസ്സിനോട് കൂടെ വിശദീകരിക്കുകയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. نتلوه عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضيف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. ഈ സൂറത്തിൽ ഫസ്റ്റ് ചൊന്ന 3 ഹർഫ് അത് ചൊമ്മവട്ട ഖുർആൻ ക്ലാസ്സിൽ നിന്ന് വിശദീകരിച്ചതായിട്ട് താസീൻ മീം. ഇത് ഹർഫായിട്ട് 3 ഹർഫ്. അതിനങ്ങനെയായിട്ട് ഞങ്ങൾ ഉച്ചരിക്കുന്നത്. താ എന്നതൊക്കെ അസ്ലു മദ് മാത്രമുള്ള, സീൻ എന്നതിലെ മദ് ലാസിമായിട്ട് 6 അർക്കത്ത് നീട്ടണം. മീം എന്നതിലെയും 6 അർക്കത്ത് നീട്ടണം. സീൻ ചൊല്ലുമ്പോൾ ലാസ്റ്റ് ഒരു നൂന് കൊണ്ട് ആ നൂന് പിന്നെ മീമു ഇദ്ഗാമോട്. അപ്പൊ മീമുക്ക് ശബ്ദ് കൊണ്ട് മീമുടെ മണിക്കണം. എന്നുള്ളത് അസ്ലു മദ് താ. സീൻ അതിൽ 6 അർക്കത്ത് നീട്ടണം. എന്നിട്ട് മീമുടെ മണിക്കണം. സീം മീ മണി. എന്നിട്ട് മീമുടെ മീം. ഇങ്ങനെ അതിലെ ഉദ്ദേശം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അറിടവനായിട്ടിക്കട. ഈ സൂറത്ത് അത് ഹിജ്റ പോകുമ്പോൾ ഇറങ്ങിയ സൂറത്തായിട്ടിക്കട. മക്കയിൽ ഇറങ്ങിയതുമല്ല, മദീനത്തുമല്ല. അതിനെ മിഡിൽ വെച്ചിട്ട് ഒരുപാട് ജാഗിലെത്തിയപ്പോൾ ഇറങ്ങിയ സൂറത്തായിട്ടിരിക്കും സൂറത്ത്. കാരണം മൂസാ നബി അലൈഹിസ്സലാം ദീൻ പ്രബോധനാക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാം ദീന് ചൊന്നു കൊടുക്കുമ്പോൾ കുറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പൊ മുന്നത്തെ നബിമാർ കഷ്ടപ്പെട്ടത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമാധാനം.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനപ്പെടുത്തും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല മുന്നത്തെ നബിമാരെ ചരിത്ര അങ്ങ് കഷ്ടപ്പെട്ടതും അങ്ങ് അധ്വാനിച്ചതും ഏറ്റവും കൂടുതൽ ദീൻ പ്രബോധനം ചെയ്യുന്നതിനായി കഷ്ടപ്പെട്ടത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. മൂസാ നബി ഏറ്റവും കഷ്ടപ്പെടുന്നത് അതുകൊണ്ടല്ലേ നഹല നബി ഏറ്റവും കഷ്ടപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാരിൽ ഏറ്റവും ടോപ്പിലുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അപ്പൊ കഷ്ടപ്പാടുകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും കൂടുതലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീൻ പ്രബോധനം നടത്തുന്നത് മക്കത്തിൽ 13 വർഷവും മദീനത്തിൽ 10 വർഷവും 23 വർഷവും 2 റായത്തിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദീൻ പ്രബോധനയാക്കിയത്. 40 വർഷത്തോളം മക്കറായത്തിലുണ്ട്. അപ്പൊ നുബുവത്തൊന്നും കിട്ടിയിട്ടില്ല. നുബുവത്ത് കിട്ടിയപ്പോ 40 വർഷമാകുമ്പോൾ അതിൽ പിന്നെ ആയിട്ട് അവിടെ പ്രബോധനം തുടങ്ങി. അങ്ങനെ മക്കയിൽ നിന്ന് പ്രബോധനം തുടങ്ങി 3 വർഷം നല്ല രഹസ്യമായിട്ടും 10 വർഷം പരസ്യമായിട്ടും ദീൻ പ്രബോധനാക്കിട്ടാകുമ്പോ കൊരിയാളുമാർ ബെറലെണ്ണത്തിലാളുമാർ ഇസ്ലാം സ്വീകരിച്ചത്. തുടക്കത്തിലെ ഇസ്ലാമിക ബന്ധമുള്ളത് ഓരോ വർഷം കഴിയും പോലെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാരംഭത്തിലുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു തുടക്കത്തിലുണ്ട്, സെയ്ദ് റളിയല്ലാഹു അൻഹു തുടക്കത്തിലുണ്ട്. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, ഇതൊക്കെ തുടക്കത്തിലുണ്ട്. പിന്നെ കുറെ കാലം കഴിയും പോലെ ഒരേ സ്വഹാബാക്കൾ ഇസ്ലാം ദീനിൽ കടന്നു വന്നു. ലാസ്റ്റ് മക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ സ്വഹാബാക്കൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നപ്പോൾ സ്വഹാബാക്കളൊക്കെ നബി തങ്ങൾ ചെന്ന് നിങ്ങൾ മദീനത്തിൽ പോകും. കാരണം ആ മദീനത്തിൽ പോകേണ്ടതിന് മുന്നേ തന്നെ മദീനത്തങ്ങ 2-3 വർഷമായിട്ട് നബി തങ്ങളുടെ സമ്പർക്കത്തിൽ നിന്നത്. അവിടെ അങ്ങ് ഇസ്ലാം ദീന് പ്രചരിപ്പിച്ചത്. അവിടെ ഇസ്ലാം ദീന് ചൊന്നു കൊടുക്കുക മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ കടത്തിയത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനത്തിൽ പോയി ദീൻ ചൊന്നു കൊടുത്തോണ്ടിരുന്നു. അപ്പൊ ഇസ്ലാമിക അവിടെ ആളുമാറുള്ള സ്വഹാബാക്കളുടെ കഷ്ടം അനുഭവിക്കേണ്ടി വന്നെങ്കിൽ ഞമ്മല്ല എവിടെ പോകും, മദീനത്തിൽ പോകും. അങ്ങനെ വലിയ സ്വഹാബാക്കളൊക്കെ നബിയുടെ മുന്നലെ മദീനത്തിൽ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിൽ കൊണ്ടുപോകും. ആ മദീനത്തിൽ വേണായി പോകുമ്പോൾ ആ തെരുവിലിറങ്ങിയ ഈ സൂറത്തായിട്ട് സൂറത്തുൽ ഖസസ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയ സംഭവം. ആ ബനു ഇസ്രായേലിനെ നേർക്കെറുപ്പ് കൊണ്ടുവറകും കഷ്ടപ്പാടുമാണ്. ഇൻഷാ അല്ലാഹ് അതൊന്നും ഇപ്പൊ അതായിട്ട് വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം 2 പൊരുതിയതാറുണ്ട്. ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ളത് ഫിർഔനായിരുന്നു. മിസ്റിലെ ഈജിപ്തിലെ അണ്ടത്തെ രാജാവായിട്ടുന്ന ഫറോഅ ഫിർഔൻ. അവനോട്ട് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് കടക്കാം. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആയത്തുകളിലൂടെ നമുക്ക് വിവരിച്ചു പറയുന്നു. അല്ലെ ഫിർഔനോട് നേരിട്ട ആ സംഭവം. ഫിർഔന്റെ ഔത്തിലെ മൂസാ നബി അലൈഹിസ്സലാം ബലിയായിരുന്നു 30 വർഷത്തോളം. എന്നിട്ട് ഫിർഔന്റെ ദീൻ പ്രബോധനയ്ക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുന്നിൽ തന്നെ ഫിർഔനോട് സൂചന കിട്ടിട്ടുണ്ട്. നിന്റെ അധികാരത്തെ വലിച്ചെടുക്കണേ, നിന്റെ അധികാരത്തെ ഇല്ലാണ്ടാക്കണ ഒരു കിടാവ് ജനിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഫിർഔനോട് മുന്നിൽ തന്നെ കിട്ടിയ ഒന്നായിട്ട് ഫിർഔന് അണ്ടത്തെ കണക്ക് നോക്കട കൊണ്ട് ആലുമാർ ജോസ്യന്മാർ അവനൊക്കെ ചൊന്നു കൊടുത്തത് ഇന്നാലിന്ന സമയത്ത് ഒരു കിടാവ് ജനിക്കുന്നുണ്ട്. ആ കിടാവുടെ കയ്യിലായിട്ട് നിങ്ങളെ അധികാരം നഷ്ടപ്പെട്ടത്. അതൊക്കെ ചൊന്നത് ഇന്നാലിന്നൊരു ജാവു അണ്ടത്തെ ജാവു 12 മക്കളായിട്ട് ജനിച്ചത്. 12 മക്കളെ മൗനം വന്നു എന്ന് കാണാം. അതല്ല അവൻ കുറെ ആൾമാരെ
അത് ഒരു കിടാവ് ജനിക്കൊണ്ട് അത് ഈ വർഷത്തിൽ ജനിക്കുന്ന ഒരു കിടാവ് എന്ന് വെച്ചിട്ട് കുറേ മക്കളെയും അവൻ കൊന്നു കളഞ്ഞതാണ്. 90,000 മക്കളെ അവൻ കൊന്നു കളഞ്ഞാണ് കാണാം. പിന്നെ ഈ വർഷത്തിൽ ജനിക്കുന്ന ഒരു കിടാവ് അങ്ങനെ. അപ്പൊ അത് ഓണകത് ജോസ്യന്മാർ ചൊന്നതായിട്ട് മാത്രല്ല മുന്നത്തെ നബിമാർ അല്ലെ, മഹാനായ മൂസാ നബിക്ക് എത്രയോ മുന്നൽ വന്ന നബിയായിട്ട് നബിയുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നലെ ചൊന്നു പോയിട്ട് ഈജിപ്തിൽ ഒരു അധികാരത്തെ വഞ്ചരുടെ ഒരു നബി ഒരു മോൻ എന്റെ സന്താനത്തിൽ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒന്നും ബന്ധിട്ട് അതല്ല അങ്ങനെ ഒരു അറിവ് അവനക്ക് കിട്ടിയിട്ടുണ്ട്. ജ്യോത്സ്യന്മാർ അങ്ങനെ ചൊന്നിട്ടും ഇന്നാല്. അപ്പൊ ആ ഒരു ഇതൊക്കെ വേനായിട്ട് ഓൺ എന്താക്കിയ കൊല്ലൊക്കെ വേനായി അതെ അങ്ങനത്തെ ഒരു കിടാവ് ജനിക്കുകയും തീരാ. അപ്പായിട്ട് കൂടെ അള്ളാഹു തആല മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ ജനിപ്പിച്ചതും അവന്റെ നാശത്ത് കാരണം അവിടെ ആ കിടാവിടെ അവനെ ബലത്തിയ അവന്റെ അവത്തിലെ അവൻ ബലത്തിയ ആ ഉമ്മക്ക് മല കൊടുത്തതൊക്കെ മേനായിട്ട് ശമ്പളം അവനെ കൊടുത്തു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല രണ്ടു കളിക്കുക പോയെങ്കിലോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഓന്റെ അധികാരത്തെ ഇല്ലാണ്ടാക്കട ഒരു കിടാവിടെ അള്ളാഹു തആല ജനിപ്പാട്ട ആ കിടാവ് ജനനം ഉണ്ടാവുക ആ കിടാവിടെ കയ്യിലോട്ട് അധികാരം കൊണ്ടോട്ട് പോകുന്നത് അള്ളാഹു തആല തീരുമാനാക്കിയത് അതിനെ ഇല്ലാണ്ടാക്കുവാനായി ഓൻ എന്താക്കിയ ആ വർഷത്തിൽ ഒരേ മക്കളെയും ഓൻ കൊന്നു കളഞ്ഞു. ഞങ്ങൾ ഈ ചരിത്രം പഠിക്കുമ്പോ ഞങ്ങൾ സൂറത്ത് യൂസുഫ് വർഷങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ വിശദീകരിച്ചതായിരിക്കും. ഞങ്ങൾ ചാനലിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാൽ 1400 വർഷத்துக்கு മുന്നോട്ട് വന്ന നബിയായിട്ട് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ബാപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ബാപ്പ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ ആ ഒരു സന്താന പരമ്പരയിലായിട്ട് ഈ നബിമാർ ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട് ഇസ്ഹാഖ് എന്ന മകനിലൂടെ കൂടെ ആ ഒരു പാരമ്പര്യത്തിൽ ഒരുപാട് നബിമാർ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് പിണറുമോനായിട്ട് പിണർ പെഞ്ഞായിൽ നിന്നുള്ളത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിൽ ഒരേ നബി വന്നിട്ടുള്ളേ ഞങ്ങളുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവമായിട്ട് ഞങ്ങൾ ചൊല്ലുകൊണ്ടത് ആ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നോട്ട് വന്ന ഒരു നബിയായിട്ട് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം. യൂസുഫ് നബി അലൈഹി സ്വലാം മിസ്റിൽ എത്തിയ ഒരു സംഭവമുണ്ട്, ഈജിപ്തിൽ എത്തിയ ഒരു സംഭവം. അത് ആ സൂറത്തിലാണ് വിവരിച്ചത് കൊണ്ട് ഞാനിവിടെ വിവരിക്കില്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിൽ മന്ത്രി, കൃഷി മന്ത്രി. യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ കുടുംബത്തെ ബാപ്പടെ എലമൂത്തരെ എല്ലാരെയും 10-20 കൊണ്ട ആളുമാരെ ഈജിപ്തിൽ പിരിപ്പാട്ടിത്ത് അങ്ങ് അവിടെ താമസാക്കിയത്. ഇങ്ങ ഔട്ടങ്ങ ഷാം ചൊല്ല ഇന്നത്തെ ഇസ്രായേൽ ചൊല്ല ഫലസ്തീൻ ആ റായത്തിലുള്ള ആയിട്ടില്ല. അപ്പൊ ഈ ഫലസ്തീനിലെ ആ കനാന് ചൊല്ല റായത്ത് എന്ന ബാപ്പ ഉമ്മ ഉമ്മാന്നെങ്കിലും ബാപ്പടെ പറ്റി അതുപോലെ എലമൂത്ത ഇങ്ങെല്ലാം പണ്ട 10 ഈജിപ്തിൽ മന്ത്രിയായപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ പിരിപ്പാട്ടി ഈജിപ്തിൽ അങ്ങ് താമസാക്കിയത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം മരിച്ചിട്ട് കുറെ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് 400 വർഷം കഴിഞ്ഞിട്ട് ആ സമയത്തായിട്ട് ഈജിപ്തിൽ ഒരു മന്ത്രി, ഈജിപ്തിലെ രാജാവ് ഫിർഔൻ അല്ലെ എന്ന ആ പേരിൽ അറിയപ്പെട്ട അവൻ അവിടെ മന്ത്രിയായിട്ട് വന്നു. ഈ മന്ത്രിയായിട്ട് വരുമ്പോ വേറെ റായത്തെ ബന്ധങ്ങളായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഈ സന്താന പരമ്പര യാക്കൂബ് നബി അലൈഹി സ്വലാം ബാക്കി മക്കളും അങ്ങനെ മക്കളും അണ്ട് 70,000 ഇതങ്ങ ഇന്ന് 4 ലക്ഷത്തോളം അതിനേക്കാൾ 7 ആളുമാരോട് ഉണ്ടായി. അപ്പൊ ഈ ഈജിപ്തിൽ 2 വിഭാഗം ആളുമാർ. ഒന്ന് ഈജിപ്ത് രായത്തിന് കിബുത്തി കാണിച്ചു, പിന്നൊന്ന് ഈ ഈജിപ്ത് രായത്തിൽ പണ്ട് ഫലസ്തീന്റെ ഉടേക്ക് വന്ന ആളുമാർ, അതായത് ബനു ഇസ്രായേൽ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പര. ഇസ്രായേൽ ചൊന്നെങ്കിൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ പേരായിട്ട് ഇസ്രായേൽ.
ഇസ്രായേൽ ആ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താനത്ത് കാട്ടിട്ട് ബനു ഇസ്രായേലും ചൊല്ലും. ഇന്നും ഇസ്രായേലും ചൊല്ലില്ലേ, അത് ആ സമുദായം തന്നെയായിട്ട് ജൂതന്മാർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മോൻ യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയായിട്ട് ഇസ്രായേൽ. ആ ബനു ഇസ്രായേലിന്റെ സമുദായത്തിലായിട്ട് മഹാനായ യൂസുഫ് നബി പിന്നെ 1400 വർഷം കഴിഞ്ഞിട്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം നബിയായിട്ട് വന്നു. ആ നബിയായി ജനിക്കുമ്പോണ്ടായ ആ സമയത്ത് അണ്ടത്തെ രാജാവായിട്ടിരുന്ന ആ ഫിർഔനായിട്ട് ഈ ബനു ഇസ്രായേൽ ചൊല്ല ഈ ഇസ്രായേലിങ്ങ അല്ലെ ഈജിപ്തിൽ 2 വിഭാഗം, ഒന്ന് ഇസ്രായേൽ എന്നുള്ള ആ ഒരു വിഭാഗവും പിന്നൊന്ന് കിബുത്തിങ്ങ ഒന്നല്ലേ ആ ഈജിപ്തിലായത്. അങ്ങനെ ആയിട്ട് അവിടെ 2 വിഭാഗം അവിടെ ആയിട്ട് ഈ ഇസ്രായേലിൽപ്പെട്ട ഒരു കിടാവ് ഫിറഔന്റെ അധികാരത്തെ ഇല്ലാണ്ടാക്കുള്ള ഒരു കിടാവ് ജനിക്കുക കൊണ്ടുകൊണ്ടോ മനസ്സിലാക്കി ആ വർഷത്തിൽ ജനിച്ച എല്ലാ ആൺമക്കളെയും അവന് കൊന്നുകളഞ്ഞ ആ ഒരു സംഭവം ഇതിലൂടെ കൂടി വിവരിക്കുന്നു. എന്റെ ഓന്റെ അധികാരത്തെ നഷ്ടപ്പെടുത്ത കിടാവ് ജനിക്കുക തീരായിരുന്നു. അങ്ങനെ ഓൻ കൊല്ലെന്തരക്ക് ആ കിടാവ് ജനിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ ആ കിടാവിടെ ഓന്റെ ഔത്തിലെ ഓൻ ബലത്തി ഓനെ ചോറ് കൊടുത്തു. ആ കിടാവ് ഉമ്മ മലപ്പാല് കൊടുത്തത് ഓനെ ശമ്പളം കൊടുത്തിട്ട് ഓന്റെ ഔത്തിൽ ബലിയാക്കിയ 30 വർഷമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിറഔന്റെ ഔത്തിൽ ബലിയായി. ഇൻഷാല്ലാ സംഭവം നമുക്ക് ഓരോ ആയത്തുകൾ വിവരിക്കും പോലെ നമുക്ക് വിവരിച്ചുകൊണ്ട് പോകാം. ഇതിപ്പോ താസീം മീം ഇതൊക്കെ ഞങ്ങൾ അർത്ഥം വെക്കലില്ല. ഇതിന്റെ ഉദ്ദേശം എന്തൊരു അള്ളാഹു ഏറ്റവും പരിടവനായിട്ടില്ല. ഒന്നത്തെ പല ഖുർആൻ ക്ലാസ്സിലും ഞങ്ങൾക്ക് വിശദീകരിച്ചതായിട്ടുണ്ട്. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ, അത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളായിട്ടുണ്ട്. വ്യക്തമാക്കുന്ന ആയത്ത്, ഹക്കും ബാത്തിലും വ്യക്തമാക്കി തണ്ട ആയത്ത്, വിവരിച്ച് തണ്ട ആയത്ത്. അത് ചൊന്നത് ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല ഈ കിതാബ് പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നബിക്ക് ഇറങ്ങി. ഇതിപ്പോ നബിക്ക് ഹിജ്റ പോകുമ്പോഴത്തേക്ക് ഇറങ്ങിയ സൂറത്തായിട്ട് കിടന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുത്ത സൂറത്ത്. അപ്പൊ ഈ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ട് അത് മുന്നലേ ഉള്ളൂ. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വർക്കമേ പടന്നു വെച്ചിരുന്നു. അപ്പൊ അത് ഖുർആൻ മൊത്തമായിട്ട് വർക്കമേ ഇറങ്ങി. എന്നിട്ട് ഓരോ ആയത്തും ഓരോ സൂറത്തും സന്ദർഭമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കണേ. ആ ഓതി കൊടുക്കുമ്പോഴായിട്ട് ഈ ആ സൂറത്ത് ആ ആയത്തുകൾ ചൊല്ലുമ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ആ ആയത്തുകൾ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇറക്കുക പോണ്ട ആ ആയത്തുകൾ, അത് മുബീനായിട്ട് മുബീൻ ചൊന്നെങ്കിൽ വ്യക്തമാക്കുന്നത് എന്ത് വ്യക്തമാക്കുന്നത്? ഹലാല് ഹറാമ് വ്യക്തമാക്കുന്നത്, അത് അള്ളാഹുടെ കലാമ് എന്നത് വ്യക്തമാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തണ്ടത് അള്ളാഹുടെ കലാമ് എന്നത് വ്യക്തമാക്കുന്നതായിട്ട് മുന്നത്തെ ആളുമാരെ സംഭവങ്ങളെ വിവരിക്കുന്നതായിട്ട് പരിശുദ്ധ ഖുർആൻ. അപ്പോ തെറ്റായതിൽ നിന്ന് ഹക്ക് ഏത് എന്ന് മനസ്സിലാക്കി തണ്ടതായിട്ട് പരിശുദ്ധ ഖുർആൻ. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ, ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി തന്റെ പരിശുദ്ധ ഖുർആൻ. നത്ലു അലൈക മിൻ നബഇ മൂസാ വഫിർഔന ബിൽ ഹഖ്. മൂസാ നബി അലൈഹിസ്സലാമുടെതും അണ്ടത്തെ മൂസാ നബി അലൈഹിസ്സലാമുടെ ശത്രുവായിട്ടുന്ന ഫിർഔന്റെ സംഭവങ്ങളും ഓതിത്തണ്ട് നബിയെ നിങ്ങൾക്ക് ബിൽ ഹഖ്, അതിലൊന്നും കളവില്ല. യഥാർത്ഥ ആ ശരിയായ ചരിത്ര ശരിയായ രീതിയിൽ ഓതിത്തണ്ട്. ലിഖൗമി യുമിനൂൻ, ആർക്ക്? ഈമാനുള്ള ആൾമാർ. കാരണം ഈമാനുള്ളവർക്ക് മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കലേ, മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ള ആളുമാർക്ക് അത് ഉപകാരപ്പെട്ട, അല്ലാത്ത ആളുമാർക്ക് അത് ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടണമെങ്കിൽ ഈമാൻ വേണം. പരിശുദ്ധ ഖുർആൻ ഉപകാരപ്പെട്ടത് മുഅ്മിനീങ്ങൾക്കായിട്ട്, ഈമാനുള്ള ആളുമാർക്കായിട്ട്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅ
യസ്തദീഫു ത്വായിഫതൻ മിൻഹും. നിശ്ചയമായിട്ടും ഫിറഔൻ ഭൂമിയിൽ കിബറിനടിച്ച അഹങ്കരിച്ച അക്രമിയായി നടന്നവൻ. അവൻ അതിലെ ആളുമാരെ വേർതിരിച്ച ചില വിഭാഗത്തെ താന്ന ആളുമാരായി അവന് കണക്ക് കൂട്ടിയ അരെ നമ്മ ചൊന്നില്ലേ ഈജിപ്തിൽ അന്റെ ജണ്ടു ഒന്ന് കിബത്തിക്ക ഫിറഔന്റെ കൂട്ടറല്ല കിബത്തിക്കാറായത് ഉടക്ക് കുടിയേറിയങ്ങ അതായത് ഉടക്ക് വന്ന് താമസിച്ചങ്ങായിട്ട് ഇസ്രായേൽ അങ്ങനെ കീഴായിട്ട് കണ്ട ഇങ്ങനെ സ്വർത്തമായിട്ട് വില വില കല്ല് പൊറുക്കും വില വില ബിൽഡിംഗ് കെട്ടതും വെയിലത്ത് സറാക്കുക എല്ലാം ഈ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഒരു അടിമകളെ പോലെ സറാക്കോട്ട് അതാവൻ അവിടെ എല്ലാരും ഒരുപോലെ കണ്ടില്ല. ഭിന്നിച്ചിട്ടായിട്ട് പോകും വിരിച്ചത് വേർതിരിച്ച് അതായത് ഒന്ന് മേലെ വിഭാഗം താഴ്ന്ന ഇങ്ങനെ ഒരു വിഭാഗത്തെ ഓണ് നിസാരപ്പെടുത്തിയാണ് അങ്ങനെ ആൺമക്കളോ കൊന്നു കളഞ്ഞു. പെൺമക്കളെ ബാക്കി വെച്ചു. ആൺമക്കൾ ഓന്റെ അധികാരത്തെ ഇല്ലാണ്ടാക്കലോട് ആൺകിടാവില്ല ജനിക്കുകൊണ്ട് അതുകൊണ്ട് ആൺമക്കളെ കൊന്ന അത് ആ വർഷത്തിലുള്ള ജനിച്ച എല്ലാ മക്കളെയും കൊന്നുക എന്ന അതിന്റെ ചരിത്രത്തിൽ ചൊല്ലും. കാരണം അവന്റെ അധികാരത്തെ ഇല്ലാണ്ടാക്കിയ കിടാവ് ആ വർഷം ജനിക്കുക കൊണ്ടു എന്ന് വെച്ചിട്ട് അവൻ ഫസാദാക്കിയവനായിട്ടാണ്. ഫിറഔന ഭൂമിയിൽ ഫസാദാക്കിയവൻ, നല്ലവനല്ല, ബടക്കാക്കിയവൻ. അങ്ങനെ ആ ഒരു സംഭവം ഇൻഷാ അല്ലാഹ് വിവരിക്കുന്നുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് അതിലെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് നൽകട്ടെ, നമ്മളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം അല്ലാഹു തആല ഞങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചു തരുമാറാകട്ടെ. ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വാലിഹീങ്ങളോടും കൂടെ സജ്ജനങ്ങളോടും കൂടെ ഞങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.